ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. TEET 2025 കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കാതെ പോലെ നല്ല ടഫ് എക്സാം ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും നിങ്ങളിൽ കുറേ പേരൊന്നും ആ ട്രോമയിൽ നിന്നും കയറി വന്നിട്ടില്ല. ഇപ്പോഴും ഒരുപാട് പേര് അന്ന് നടന്ന കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കുറേ പേരുടെ മെസ്സേജസ് വരുന്നുണ്ട്. ഓരോരുത്തരുടെ മെസ്സേജസും എടുത്ത് എനിക്ക് വായിച്ച് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരിലും ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് മെജോറിറ്റി ഓഫ് യു നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതായത് MBBS വേണമെന്നാണ് ഭയങ്കര ആഗ്രഹം, അതാണ് ഡ്രീമൊക്കെ. പക്ഷേ ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, ഫാമിലി മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ മാർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല. എനിക്ക് മാർക്ക് കിട്ടുമോ, ഇനി ട്രൈ ചെയ്ത് നോക്കണോ എന്നുള്ളത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പലരുടെയും ഫാമിലി നിങ്ങളെ മറ്റു പല കോഴ്സുകളിലും ചേരാനായിട്ട് ഫോഴ്സ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ ചെയ്യുക മിസ്സേ, ഞാൻ എന്താ ചെയ്യുക, ഞാനൊരു ഫെയിലിയറാണ്, ഞാൻ കുറേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്, ഈ വർഷമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ കുറേ രീതിയിൽ സംസാരിക്കുന്ന മക്കളുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ ഫാമിലിയോ റിലേറ്റീവ്സോ ഒക്കെ പറയുന്നത് കേട്ടിട്ട് വേറെ ഏതെങ്കിലും കോഴ്സിന് പോയി ചേർന്നാൽ നിങ്ങൾ അവിടെ ഹാപ്പി ആയിരിക്കുമോ? ഈസ് ദാറ്റ് വാട്ട് യു റിയലി വോണ്ട്? അതൊന്ന് മക്കളൊന്ന് ആലോചിക്കുക. പിന്നെ നമ്മൾ നീറ്റിലേക്ക് വരുമ്പോൾ ആരാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, എത്ര മാർക്കുള്ളവരാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കാര്യമുള്ളത്, ഓക്കെ, അത് നമുക്ക് ഒരിക്കലും ഒരു സ്പെസിഫിക് നമ്പർ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം 650 കിട്ടിയിട്ടും ഈ വർഷം റിപ്പീറ്റ് ചെയ്യാൻ വന്നവരുണ്ട്. ആ 650 കിട്ടിയവർക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്ന മാർക്ക് ചിലപ്പോൾ 420 ആയിരിക്കും. സോ അണ്ടർസ്റ്റാൻഡ്, നല്ല സിലബസ് അണ്ടർസ്റ്റാൻഡിങ്ങും നല്ല പ്രിപ്പറേഷനും ഉണ്ടായിരുന്ന 650 ഒക്കെ കിട്ടിയ ഒരു കുട്ടി ഈ വർഷം 400ലേക്ക് പോയപ്പോൾ അത് അവർക്ക് ഭയങ്കര ഡിസ്ഹാർട്ടനിങ് ആണ്. പക്ഷേ ലുക്കിംഗ് അറ്റ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ പേപ്പർ, ആ 420 ഒരു നല്ല സ്കോറാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഒരു 200 മുതൽ 400 വരെയൊക്കെയുള്ള മാർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും വിചാരിക്കും എനിക്ക് 300 ഉള്ളൂ, 320 ഉള്ളൂ. അങ്ങനെയൊക്കെ എനിക്ക് കുറേ പേര് നിങ്ങളുടെ മാർക്കൊക്കെ അയച്ചു തരുന്നുണ്ട്, ഇനിയൊക്കെ ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ആൻഡ് ഓൾസോ ലുക്കിംഗ് അറ്റ് NTA's വേ ഓഫ് ചേഞ്ചിങ് തിങ്സ് ഇൻ നീറ്റ് ആൻഡ് ബ്രിങ്ങിങ് ഔട്ട് എ വെരി ഡിഫറെൻറ്റ് ആൻഡ് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വരുന്ന ഒരു ഇത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത്, അടുത്ത വർഷം ഇറ്റ് മേ നോട്ട് ബി ആസ് ടഫ് എസ് ദിസ്. പക്ഷേ നമുക്കൊട്ടും അഷ്വറൻസ് പറയാനൊന്നും പറ്റില്ല, പക്ഷെ ഇത്രയും കട്ടിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഫിസിക്സ്. ബട്ട് വി ഷുഡ് ബി പ്രിപ്പയർഡ്, റൈറ്റ്? വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ എനിത്തിങ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങളുടെ വേ ഓഫ് ലേണിംഗ്, നിങ്ങളുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി ചേഞ്ച് ചെയ്യാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഉള്ളതൊക്കെ മറന്നിട്ട് ബേസിക് മുതൽ ആദ്യം മുതലേ ഒന്നും കൂടെ തുടങ്ങാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഡെഫിനറ്റ്ലി ഐ ക്യാൻ വൗച്ച് ആൻഡ് ടെൽ യു, നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യും. ദർ വിൽ ബി എ ചേഞ്ച് ഇൻ യുവർ സ്കോർ. കാരണം ഈ വർഷത്തെ ഒരു ടഫ്നെസ് ലെവൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അണ്ടർഗോ ചെയ്യുന്ന മെന്റൽ ട്രോമ NTA ഓൾസോ വുഡ് ഹാവ് നോട്ടിസ്ഡ്, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ബ്രിങ് ഔട്ട് ദ സെയിം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നെക്സ്റ്റ് ഇയർ. ആ ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാം. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം, ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ഫിസിക്സിലാവട്ടെ കെമിസ്ട്രിയിലോ ബയോളജിയിലോ സ്കോർ ചെയ്യാൻ വേണ്ടത് NCERTയുടെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് നീറ്റ് സിലബസിൻ്റെ ഡീപ്പ് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. കാരണം നീറ്റ് ഇപ്പം വന്നിരിക്കുന്നത് പ്യുവർ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ്. നല്ല സിലബസ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തൊരു കുട്ടിക്ക് സോൾവ് ചെയ്യാനേ പറ്റില്ല ആ പേപ്പർ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് സർഫസ് ലെവൽ ലേണിംഗ് കൊണ്ട് നമ്മൾക്ക് പറ്റില്ല. ചില ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ ഇതാണ് സിമ്പിളാണ് എനിക്കറിയാം എന്നുള്ള രീതിയിൽ നോക്കി പോയിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ കണ്ടുവന്ന ക്വസ്റ്റ്യൻസ് എത്ര ഡീപ്പ് ലെവലിലാണ് നിങ്ങളോട് ഓരോന്നും ചോദിച്ചിരിക്കുന്നത്. അറ്റ് വൺസ് ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള IIT ലെവൽ അല്ലെങ്കിൽ JEE ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുവരെ ഉള്ള നമ്മുടെ നോളജ് ഒന്നും അല്ലാന്ന് നമുക്ക് തോന്നുന്നില്ലേ ഈ നീറ്റ് എഴുതി നോക്കിയപ്പോൾ? അപ്പം ഞാൻ പഠിച്ചതൊന്നും അല്ലായിരുന്നു, ഇതല്ലായിരുന്നു ശരിക്കും വേ ഓഫ് ലേണിംഗ്, അല്ലേ? സോ if you're really wanting to try this again, please work on concept first and foremost. നമ്മളുടെ ബേസിക്സ് മുതൽ നല്ല ഡീപ്പായിട്ട് നമുക്ക് സിലബസ് മനസ്സിലാക്കി ഒന്നും കൂടി പഠിച്ചു തുടങ്ങാം. അപ്പോൾ സൈലത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളും നമ്മളുടെ ക്വസ്റ്റ്യൻസും DPPയിലാണെങ്കിലും നമ്മുടെ മോക്ക് എക്സാമിലാണെങ്കിലും
എൻറ്റയർ തിങ്സ് ആർ ചേഞ്ചിങ്. എല്ലാത്തിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ. സൈലത്തിൻ്റെ എക്സ്പേർട്ട് നീറ്റ് പാനലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതേപോലെ മോക്ക് എക്സാമുകളിലും DPP-ലൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ അതിലൊക്കെ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസിലാണെങ്കിലും. അപ്പോൾ ആ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുള്ളൂ. പക്ഷേ ബിഫോർ ഓൾ ദാറ്റ് യു നോ ദാറ്റ് എവറി സ്റ്റുഡൻറ്റ് ഹു കംസ് ടു സൈലം, ഞങ്ങൾ ഭയങ്കര ടോപ്പ് മാർക്ക് വാങ്ങി എല്ലാത്തിലും ടോപ്പും 90 അബവും ഫുൾ A+ ഒക്കെ വാങ്ങി വരുന്നവരെ മാത്രമല്ല ഇവിടെ വെൽക്കം ചെയ്യുന്നത്. എനിബഡി, ഈവൻ ഇഫ് യു ആർ ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്, യു ആർ വെൽക്കം ടു സൈലം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു വില്ലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ, നമ്മുടെ പ്ലാൻ അനുസരിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. വി ക്യാൻ വർക്ക് ടുഗെദർ ആൻഡ് വർക്ക് ദിസ് ഔട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കോൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്യണം നമ്മൾ. പ്ലസ് NCERT ഫസ്റ്റ് നമ്മൾ അതിന് ശേഷം എന്ത് ചെയ്യണം, വിത്തിൻ NCERT ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട്. NCERT കോൺസെപ്റ്റ് ഡയറക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ NCERT നല്ലപോലെ മനസ്സിലാക്കണം. NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതിന് ശേഷം പ്രാക്ടീസ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഔട്ട് ഓഫ് NCERTയും കുറച്ച് ചോദ്യങ്ങൾ വന്നിരുന്നു. ബയോളജിയിലും ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് NCERT. ഔട്ട് ഓഫ് NCERT നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, അങ്ങനെയുള്ള പോസിബിലിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സോ ബിഫോർ ഓൾ ഓഫ് ദിസ് കോൺസെപ്റ്റ് സെറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ലേണിങ്ങിനെ ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല സ്കോർ വാങ്ങാം. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ഭയങ്കര ട്രോമയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ടെൻഷനിലും ഔട്ട് ഓഫ് യുവർ ഫ്രസ്ട്രേഷൻ യു ആർ ആസ്കിങ് മീ, ഞാൻ വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കട്ടെ, BSc നഴ്സിങ്ങിന് പോകാൻ പറയുന്നു, ഫാമിലി അത് പറയുന്നു ഇത് പറയുന്നു, അങ്ങനെ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്ക് കുറേ കോഴ്സ് പറയാൻ പറ്റും. ഇഫ് നോട്ട് MBBS, BDS ഉണ്ട്. BDSന് താല്പര്യമുള്ള ഡെൻറ്റിസ്റ്റ് ആയി നല്ലൊരു ക്ലിനിക്കൊക്കെ ഇട്ട് ഒരുപാട് ഈ കാലങ്ങളിലൊക്കെ ലൈക്ക് ഈ കോസ്മെറ്റോളജി ഡെൻറ്റിസ്ട്രിയിലൊക്കെ ഒരുപാട് ആളുകൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയമാണ്. ആൻഡ് ഓൾസോ ദേ ആർ കൺസേൺഡ് അബൌട്ട് ദെയർ ലുക്സ്, ദെയർ സ്മൈൽസ്, അല്ലേ, ടീത്തിൻ്റെ കളർ, സ്മൈൽ കറക്ഷൻ. അതേപോലെ കുഞ്ഞു മക്കളൊക്കെ ഇപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അതിലൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് വരുന്നുണ്ട്. ഈ കാലങ്ങളിൽ, മാറുന്ന കാലങ്ങളിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ വെറ്റിനറി എടുക്കാം. നിങ്ങൾക്കറിയാം, ഏതൊരു സിറ്റിയിൽ നമ്മൾ പോയാലും ഈവൻ സിറ്റി ഓർ അതർവൈസ് പെറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം ആളുകൾ അതൊരു പാർട്ട് ഓഫ് ദെയർ ലൈഫ് ആയിട്ടുണ്ട്. സ്വന്തം മക്കളെ പോലെയാണ്. ഇപ്പം മക്കൾ പോലും ഇല്ലാതെ ആളുകൾ ഡോഗ്സിനെയും ക്യാറ്റ്സിനെയും വളർത്തി ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ദെം ആസ് ദെയർ ഓൺ ചിൽഡ്രൻ. അപ്പോൾ അത്രയ്ക്കും കെയറാണ് അവിടെ വാക്സിനേഷനും ട്രീറ്റ്മെൻറ്റിനും ആളുകൾ കൊടുക്കുന്നത്. പെറ്റ് കെയർ ക്ലിനിക്സ്, പെറ്റ് ഗ്രൂമിങ് സ്റ്റുഡിയോസ് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ ഇറ്റ്സ് എ അപ്കമിങ് ഫീൽഡ്. മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് പേയ്മെൻറ്റും നല്ല സാധ്യതകളും ഉള്ള ഒരു ഫീൽഡാണത്. അതല്ലെങ്കിൽ ഹോമിയോപ്പതി ഉണ്ട്, ആയുർവേദ ഉണ്ട്. ഇനി എന്താ പറയുക, ഫിസിയോതെറാപ്പിക്ക് ഇഷ്ടമുള്ളവർക്ക് അതിലേക്ക് പോവാം. യോഗ റിലേറ്റഡ് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പം യോഗ റിലേറ്റഡ് കോഴ്സസ് ഒക്കെ ഉണ്ട്. യോഗ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് ഫിറ്റ്നസ്സിലേക്കും, ന്യൂട്രീഷൻ, ഫിറ്റ്നസ്, യോഗ, അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഫീൽഡുകൾ വേറെ ഇഷ്ടംപോലെ ഉണ്ട്. ഇനി BSc എടുത്ത് BSc MSc ചെയ്ത് PhD ചെയ്ത് റിസർച്ച് ഫീൽഡിലേക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ പോവാം. ബി ഫാം ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒരുപാട് ഫാംകാരെ ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ യു തിങ്ക് ഇഫ് ദാറ്റ്സ് വാട്ട് യു വോണ്ട് ടു ഡു, പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ ഞാനിതൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ഇനി വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടോ, ഇന്ത്യയിലൊന്നും നിൽക്കണ്ട, പുറത്ത് പോകും, BSc നഴ്സിംഗ് പഠിക്കുക, പുറത്ത് പോകും, വിദേശത്ത് പോകും, അവിടെ പോയി ജോലി ചെയ്യുക, നല്ലപോലെ സെറ്റിൽ ആവുക. ഇതിൽ ഏതിൽ പോയാലും ഇഫ് യു ഫീൽ ദാറ്റ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട്, ഇത് ചെയ്താൽ ഞാൻ ഹാപ്പി ആയിരിക്കും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓൺലി ദെൻ ഗോ ഫോർ ഇറ്റ്. ബട്ട് ഇഫ് യുവർ മൈൻഡ് ഇസ് സ്റ്റിൽ ലൈക്ക് നോ, എനിക്ക് വൈറ്റ് കോട്ട് ഇടണം, എനിക്ക് സ്റ്റെത്ത് വേണം, എനിക്ക് ഡോക്ടറാണ്, ഒരു ഡോക്ടർ എന്നുള്ള പേര് എനിക്ക് വേണം, ആൻഡ് ഐ വോണ്ട് ദാറ്റ് ദാറ്റ് മാജിക്കൽ ഹാൻഡ്സ് ഓഫ് ഗോഡ് എന്ന് പറയില്ലേ, ഒരു ഡോക്ടറുടെ കൈ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ പോലെയാണ് അല്ലേ, ലൈഫ് സേവിങ് ഹാൻഡ്സ്, അതെനിക്ക് വേണം. ആൻഡ് ദാറ്റ് ഈസ് ദ ലൈഫ് ഐ വോണ്ട്, ദാറ്റ് ഈസ് ദ ലൈഫ് ഐ എം ലുക്കിംഗ് ഫോർ. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ യു തിങ്ക് ആൻഡ് യു ടേക്ക് എ കോൾ. അപ്പോൾ എക്സാമിൻ്റെ ടഫ്നെസ് അതൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ വർഷവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും. അപ്പോൾ നെക്സ്റ്റ് ഇയർ വേറെ എന്തെങ്കിലും ആയിരിക്കും, ആൻഡ് ഇറ്റ് വിൽ കീപ് ഹാപ്പനിങ്. സോ സീരിയസ് ആസ്പിരൻസ് ഇപ്പോൾ ഈ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാതെ ദേ വുഡ് ഹാവ് ഓൾറെഡി ടേക്കൺ എ ഡിസിഷൻ ആൻഡ് ദേ വുഡ് ഹാവ് സ്റ്റാർട്ടഡ് സ്റ്റഡിങ്. അവരെവിടെയെങ്കിലും അവർ ജോയിൻ ചെയ്ത് ക്ലാസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഇപ്പോൾ റെഫർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും, അപ്ഡേറ്റഡ് NCERT വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളിപ്പോഴും ഇത് ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം യു ടേക്ക് എ കോൾ ഫ്രം വിത്തിൻ വാട്ട് ഈസ് ദാറ്റ് യുവർ ഫീലിംഗ്.
Now, if your family is not understanding you, there are many ways you can, talk to them. Like, open up to them, tell them, ഇതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ മാർക്കോ എൻ്റെ കുറഞ്ഞ സ്കോറോ ഒന്നും നിങ്ങൾ നോക്കണ്ട. എനിക്ക് ഒരു വർഷം കൂടെ ഒരു സമയത്ത് ഓൾ ഐ എം ആസ്കിങ് യു ഇസ് വൺ ലാസ്റ്റ് ചാൻസ്. ആൻഡ് ദിസ് ഇസ് മൈ റിക്വസ്റ്റ് ടു പാരൻസ് ഓൾസോ. നമ്മുടെ മക്കൾ ഇത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ ഇത്രയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ, എത്രമാത്രം അവർ ആ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാൻ, അവരുടെ ഫേവറേറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അവർ നന്നായി പഠിച്ചിട്ടുണ്ട്. 2025 വേണ്ടിയിട്ട് അവർ നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 26 ആണെങ്കിലും 27 ആണെങ്കിലും അതിനും അവരവരുടെ ബെസ്റ്റ് കൊടുക്കും. അപ്പോൾ പേരൻസും മാക്സിമം മക്കളെ ഒന്ന് മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സസിലേക്ക് അവരെ ഫോഴ്സ് ചെയ്ത് വിടാണ്ടിരിക്കുക. അവർ ചെറുതാണ്. അപ്പോൾ നിങ്ങളും ഒരുപാട് നോക്കുന്നുണ്ടാവും. നിങ്ങൾ പറയുന്നുണ്ടാവും എൻ്റെ മോളുടെ ലേണിംഗ് കപ്പാസിറ്റി എനിക്കറിയാം, അവർക്ക് എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ദേ ഷുഡൻ ഫീൽ ലൈക്ക് അവരുടെ ഫീലിങ്സിനും അവരുടെ ഇഷ്ടങ്ങൾക്കും ഒരു വാല്യൂ നമ്മൾ കൊടുക്കാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്ടിരിക്കട്ടെ. അപ്പോൾ മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, പ്ലീസ് തിങ്ക് വെൽ ആൻഡ് മേക്ക് എ വൈസസ് ഡിസിഷൻ. ഇനി നമ്മൾക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. നിങ്ങൾ നീറ്റ് 2026 എയിം ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം കറക്റ്റ് ടൈമാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ റിപ്പീറ്റഡ് ബാച്ചസിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈലത്തിൻ്റെ എല്ലാ ഹൈബ്രിഡ് ക്യാമ്പസുകളിലും നമുക്ക് അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ വരിക. ഇനി ഓൺലൈൻ ബാച്ചസ് ആണെങ്കിൽ ഓൺലൈൻ ബാച്ച് നമ്മളിപ്പോൾ ധീരയുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ലേറ്റായി ഡിസിഷൻ എടുത്തിട്ട് പിന്നെ കുറേ പെൻഡിങ് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് അങ്ങനെ വിഷമിക്കാൻ ഇടവരരുത്. അതുകൊണ്ടാണ് പറയുന്നത്. പ്ലീസ് ടേക്ക് എ കോൾ. I hope this was helpful. Whatever it is, the decision is yours, but make it wise. Good luck.